എടി മര്യാദക്ക് വായടച്ച് മിണ്ടായിരുന്നോ ഇല്ലെങ്കിൽ എന്തി എന്റെ കയ്യിൽ നിന്ന് കിട്ടുവേ. അങ്ങനെ ഇപ്പൊ താൻ വിചാരിക്കണ്ടോ ഞാൻ വായടച്ച് മിണ്ടാതിരിക്കുന്നത്. കൂടി വന്നാൽ നിങ്ങൾ എന്നെ കൊന്നുകളയായിരിക്കും. എന്നാലും എനിക്ക് നിങ്ങളോടുള്ള വെറുപ്പ് കാണാൻ പോണില്ലടോ. കുറെ നേരമായി സഹിക്കണം. ഇനി ഡിവോഴ്സ് അത് മതി. എനിക്ക് പറ്റൂലെങ്കിൽ ഇറങ്ങിപ്പോടി. അയ്യേടാ, അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ? അങ്ങനെ ഇപ്പൊ താൻ എന്നെ പിരിഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ ഇവിടെ കെട്ടിക്കയറ്റി താമസിക്കാതെ താൻ വിചാരിക്കണ്ടോ? ഞാൻ സമ്മതിക്കില്ല അതിന്. ചെലവിന് കഴിയുന്നുണ്ടല്ലേ നിനക്ക് ഈ അഹങ്കാരം? എന്റെ പൈസ വീട്ടിൽ നിന്ന് മുടിപ്പിക്കാനല്ല നിനക്ക് എന്തിനാണ് അറിയാം? കേക്കട്ടടി, എല്ലാരും കേക്കട്ടെ. ഇവിടെ സ്വഭാവം എല്ലാരും അറിയട്ടെ. ഞാൻ എന്റെ പെങ്ങൾക്ക് വീട് വെക്കാൻ ക്യാഷ് കൊടുത്തതാ ഇവക്ക് ഇത്രയും ദേഷ്യമാവാൻ കാരണം. ഇവക്ക് സഹോദര സ്നേഹം ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ആവാൻ പറ്റൂ? തന്റെ പെങ്ങൾക്ക് കാശ് കൊടുക്കാതിരിക്കുക എന്തൊക്കെ ചെയ്യണോ? അതിന് എന്റെ സ്വർണ്ണം എടുത്തത് താൻ പണയം വെച്ചത് എന്തിനാ? എന്റെ സ്വർണ്ണം എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എനിക്ക് തന്നതാ. അത് ബാങ്കിൽ കൊണ്ടുവച്ചപ്പോഴേ പലിശയായിട്ട് അവർ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. അതിലൊരു തരി പൈസയെങ്കിലും തനിക്ക് കൊണ്ട് അടയ്ക്കാൻ തോന്നിയോ? എന്നിട്ട് താൻ എന്റെ പെങ്ങൾ ചോദിച്ചപ്പോ വീടെടുത്ത് കാശ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തനിക്ക് എവിടെ നിന്ന് കിട്ടണോ കാശ്? കുറച്ച് കാശെങ്കിലും ബാങ്കിൽ കൊണ്ട് അടച്ചിരുന്നെങ്കിൽ തനിക്ക് അതിന് പൈസയുടെ വില അറിയോ? അച്ഛനും അപ്പന്മാരുണ്ടാക്കി വെച്ച സ്വത്തിനല്ലേ താൻ ജീവിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ തനിക്ക് എങ്ങനെ വില അറിയാനാ? സമ്പാദിച്ചിട്ടുണ്ടോ? എനിക്ക് നിർത്താൻ മനസ്സില്ല. താൻ ചെയ്യണോ? ഞാൻ എങ്ങനെ പൈസ ചെലവാക്കണേ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പറഞ്ഞു മനസ്സിലാക്കി? താൻ മനസ്സിലാക്കി തരുന്നു വേണ്ട എനിക്ക് ജീവിക്കാനായിട്ട്. താൻ സ്വർണ്ണം എടുത്തതാ. എന്തെടുത്താ സംസാരം? തീരുമാനം എവിടേക്കാണ് ഇറങ്ങി പോകുന്നത്? അമ്മ നിർത്തമ്മ. ഒന്ന് മാറി നിൽക്കണേ. തന്തയും കണക്കാം മക്കളും കണക്കാം. ഈ നാശങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ എനിക്ക് എവിടേക്കെങ്കിലും ഇറങ്ങി പോയാ മതിയായിരുന്നു. കൊണ്ടാടങ്ങാനായിട്ട് അച്ഛനും അമ്മയ്ക്ക് നമ്മളോട് ഒരു സ്നേഹവും ഇല്ലല്ലേ ചേച്ചി? അങ്ങനെയൊന്നുമല്ല. അമ്മ അപ്പുറത്തെ ദേശത്തിൽ പറഞ്ഞതല്ലേ നമുക്ക് നാളെ എക്സാം ഉള്ളതല്ലേ, പഠിക്കാം. ഈ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ചേച്ചി സമാധാനത്തോടെ ഇരുന്ന് പഠിക്കുന്നത്? എപ്പോഴും അടിയും വഴക്കും. നമ്മുടെ അടുത്ത് ആർക്കും ഒരു സ്നേഹവും ഇല്ല. സ്നേഹമുണ്ട്, നിനക്ക് ഞാനില്ലേ കൂടെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛനമ്മമാരെ എപ്പോഴും നല്ല സ്നേഹത്തോടെയാണ് ഇരിക്കുന്നത്. ഇവിടെ മാത്രമേ ഉള്ളൂ എപ്പോഴും ഇങ്ങനെ. ആ വീട് നീ ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നല്ലേ ഉള്ളൂ. എല്ലാം കഴിച്ചായിരുന്നോ? ഇല്ല. പോയി കഴിക്കുക. ചേച്ചിയൊന്നും കഴിച്ചില്ലല്ലോ? ഇല്ല, വാ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. അപ്പൊ എന്റെ മാനസികാവസ്ഥ നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത എന്ത് കൂടെ ഒന്നൂന്ന്? ആ പിന്നെ അയാളെ എവിടെയാന്ന് എനിക്കറിയില്ല. എവിടെയും പോയി തൊലയട്ടെ. അല്ല എടി, എന്റെ സ്വർണത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനമാവാതെ ഞാൻ അടങ്ങില്ല. ഞാൻ അയാളെ വെറുതെ വിടാൻ പോണില്ല. അത്ര തന്നെ ഉള്ളൂ. അയാളും കൊണ്ട് വരട്ടെ. ഞാൻ ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്നല്ലേ? എന്താടി അമ്മ എല്ലാം കഴിച്ചായിരുന്നോ? അമ്മ ഞാൻ കഴിച്ചായിരുന്നോ? നിങ്ങൾക്ക് വിഴുങ്ങാനുള്ളത് കിച്ചണിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് പോയിട്ട് വിഴുങ്ങിക്കൂടെ? അമ്മേനെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു രണ്ട് പിള്ളേര്. അമ്മ എന്തിനമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ചേച്ചി കഴിച്ചോന്നല്ലേ ചോദിച്ചുള്ളൂ. എന്നെ ആരും സ്നേഹിക്കാനൊന്നും വരണ്ട. സ്നേഹിച്ചിടത്തോളൊക്കെ മതി. പകല അന്ത്യോളം ഞാൻ ചത്ത് കിടന്ന് പണിയെടുക്ക എല്ലാവർക്കും വേണ്ടിയിട്ട്. എന്നിട്ട് എന്നെ ഒരു വിലയില്ല ഇവിടെ. ആർക്കും എന്നെ വേണ്ട. ആ പിള്ളേര് വന്നാടി. രണ്ടെണ്ണത്തിന് എന്നെ കൊണ്ണെടുത്താ കണ്ടുകൂടാ. ഇവിളുമാർക്കൊക്കെ വേണ്ടിട്ടല്ലേ ഞാൻ വെച്ച് വളർന്ന് കൊടുക്കണത്, എന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തണത്. ഇങ്ങനെ തന്തേടല്ലേ പിള്ളേര്. പിന്നെ എങ്ങനെയാ ഞാൻ ചത്ത് കഴിയുമ്പോഴേ ഇവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോഴേ ഇവരൊക്കെ പഠിക്കുള്ളൂ. രണ്ടാനമ്മയുടെ ആട്ടും തുപ്പും കെട്ടി വളർന്നവിടെ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ കണ്ണില്ലാത്തപ്പോ വില അറിയില്ലല്ലോ. അല്ലെങ്കിൽ മടുത്ത് ജീവിക്കാൻ ഞാനിവിടെ. സത്യം പറയാലോ, ചത്ത് കളഞ്ഞാ മതി. അച്ഛൻ ഇത് എവിടെ പോയി കിടന്ന്? ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. എനിക്കറിയത്തില്ല ചേച്ചി. മനുഷ്യ അല്പം മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കുടിക്കണം. അപ്പോൾ ഒടുക്കത്തെ മഴ കട്ടുപിടിപ്പിക്കാൻ. മക്കളെന്ത് ഇവിടെ നിൽക്കണത്? അച്ഛനെ കാണാത്തോണ്ട് ഇവിടെ വന്നു. നിങ്ങൾക്ക് നാളെ പരീക്ഷ ഒന്നുമില്ല? ഓ, പരീക്ഷ ഉണ്ട്. അപ്പൊ പഠിക്കണ്ടേ?
നമ്മൾ പഠിക്കാൻ അച്ഛൻ പോയി കിടന്ന് ഉറങ്ങും. ആ മക്കൾക്ക് അച്ഛൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലടാ. എൻ്റെ അമ്മ എവിടെ? അമ്മ റൂമിൽ ഒന്നും കഴിച്ചില്ല. ആ അവള് കഴിക്കണ്ട, വിശക്കുമ്പോ താനെ എടുത്ത് കഴിച്ചോളൂ. അല്ലെങ്കിൽ ഒരു നേരം കഴിച്ചില്ലെന്നൊന്നും പറഞ്ഞ് ചത്തു അവയൊന്നുമില്ല. അവള് ഗുണദോഷം ചെയ്യാൻ വന്നിരിക്കണം എന്നെ. അവൾക്ക് എന്ത് യോഗ്യത ഇരിക്കണം? അല്ലെങ്കിൽ 10 വയസ്സ് കൊണ്ടുവന്നിട്ട് സംസാരിക്കണം. അച്ഛൻ കഴിച്ചോ? മക്കളെ അച്ഛൻ 2 എണ്ണം കഴിച്ച് ഇങ്ങോട്ട് വന്ന ഈ പൂതന സ്വസ്ഥത തരൂലെന്നറിയാം, അതുകൊണ്ട് കഴിച്ചതാ അച്ഛൻ. പക്ഷെ മക്കൾ പേടിക്കണ്ട, അച്ഛന് ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും സേഫാണ്. സേഫ്. അച്ഛൻ കുറെ നോക്കും, എന്റെ ജീവനൊന്ന് പോയി നോക്കട്ടെ. അപ്പൊ കാണാ അയാള് വേറെ പെണ്ണും കെട്ടി ഈ 2 പിള്ളേരും വഴിയാധാരായി നിക്കണത്. എടി എനിക്ക് വേറെ കെട്ടാനേ നീ ചാവണത് വരെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പൊ ഉപേക്ഷിക്കാം കേട്ടാ. ആഹാ, അല്ലെങ്കിൽ എനിക്ക് അറിയാവിടെ തനിക്ക് പല ചുറ്റിക്കളികളും ഉണ്ടെന്ന്. ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും, ഒന്നും തന്റെ അന്ത്യ ഓർത്തോ. നീ ഒലത്തോടി ഇറങ്ങിപ്പോടി കോപ്പേ. അയ്യേ, അല്ലെങ്കിൽ തന്റെ കൂടെ ഇവിടെ നിൽക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, നിർബന്ധമില്ല. എന്റെ സ്വർണം കൊണ്ട് എടുത്തതാ, ഞാൻ പൊക്കോളാം. അച്ഛൻ 100 പവനായിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കി വിട്ടിരിക്കുകയല്ലേ. 100 പവൻ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പോലെ ഒരുത്തരം കല്യാണം കഴിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ എനിക്ക്? മോളെ അച്ഛൻ പലപ്പോഴും വേണ്ട വേണ്ടെന്ന് വിചാരിക്കണേ, പക്ഷെ ഇവിടെ എന്റെ കയ്യിൽ കുടിച്ചോണ്ട് വന്നിരിക്കാണ് അയാള്. നീ നോക്കിക്കോ, നാളെ ഞാൻ ഒരു പോക്കങ്ങ് പോവും. പിന്നെ എന്നെ മഷിയിട്ട് നോക്കിയാൽ നിനക്ക് കിട്ടൂല. നീ ഇവിടെ എങ്ങനെ ജീവിക്കണേന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ അന്തസ്സായിട്ട് ജീവിക്കണോ? എവിടേക്കാ വെച്ചിപ്പോ? അയ്യേ, ഇപ്പൊ അയാൾ ഉണ്ടായിട്ട് വേണം എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും. ഇറങ്ങി പോടി. പോടോ. മക്കള് വിട്. അച്ഛൻ വിട്ടില്ല, അച്ഛൻ വിട്ടില്ല, അച്ഛൻ വിട്ടില്ല. മക്കള് പോ, മക്കള് പോ. കണ്ടില്ല മക്കളെ നിങ്ങൾ അമ്മ ചെയ്തത്? ഇതുകൊണ്ടാണ് ഞാൻ അവളെ ഇടയ്ക്ക് എടുത്തിട്ട് അടിയണത്. ഇപ്പൊ മക്കൾക്ക് മനസ്സിലായില്ല അച്ഛൻ പാവമാണെന്ന്. ഒരു ഭർത്താവിനെ കഥയോട് വരുത്തരുതേ ഭഗവാൻ. എന്റെ അമ്മ പോലും എന്നെ അടിച്ചിട്ടില്ല. നിങ്ങളിത് കൊണ്ടൊന്നും പഠിക്കരുതേ. അമ്മ, അമ്മ. സ്കൂൾ ബസ് അപ്പോൾ വരും മോളെ. എപ്പോ വരും മമ്മി? കഴിച്ചോ? എന്തെങ്കിലും കഴിച്ചില്ല. കഴിച്ചില്ലേ? ഇവിടെ രാവിലെ വെപ്പം കുടിയൊന്നും ഇല്ലേ? പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ? അങ്ങനെ ചോദിക്കളി അങ്ങോട്ട്. അല്ലേളിയാ, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. നിങ്ങളിരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട. പിള്ളേരെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അച്ഛാ, ഇവിടത്തെ വഴക്കിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കില്ല. ഇവളുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റൂല. ഓ, പിന്നെ എനിക്ക് ഭയങ്കര പറ്റണ പോലെയല്ലേ. എനിക്ക് ഇയാളുടെ കൂടെ ജീവിച്ച് മതിയായി. അതെ, ഞങ്ങൾ വന്നത് നിങ്ങളുടെ വഴക്ക് തീർക്കാനൊന്നും അല്ല. കുഞ്ഞുങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അവരാ വിളിപ്പിച്ചത്. പിള്ളേർക്ക് എന്തോന്ന് പറയാ? എന്തോടി? അച്ഛൻ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും വിളിച്ചു വരുത്തിയത്. ഈ വീട്ടിൽ എപ്പോഴും വഴക്കാം. തൊട്ടനും പിടിച്ചതിനും എല്ലാത്തിനും വഴക്കാം. നമുക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയാവോ? നിങ്ങൾ വഴക്കുണ്ടാക്കണേ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അമ്മയ്ക്ക് അച്ഛനെ കണ്ടുകൂടാ, അച്ഛൻ അമ്മയെ കണ്ടുകൂടാ. ഇതിനിടെ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്?
ഇവര് സ്വയമായിട്ട് വഴക്കൂടും, ആ ദേഷ്യം മൊത്തം ഞങ്ങളോട് തീർക്കും. എത്ര നാളായെന്നറിയാമോ ഒരുമിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞു പോയിട്ട്? എല്ലാവരുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ? ദൈവത്തിനോട് തന്നെ ഇപ്പൊ വെറുപ്പാ, മരിച്ചാ മതിയെന്ന് തോന്നുന്നു. എല്ലാം ഇവിടെ ഒറ്റ ഒരുത്തി കാരണം. ഇവക്ക് കൊച്ചുങ്ങൾ എങ്ങനെ വളർത്തണമെന്ന് അറിഞ്ഞൂടാ. സ്വർണ്ണം ഇട്ട് നല്ല തുള്ളി നടക്കാൻ അറിയാം. പിന്നെ നിങ്ങളോട് എനിക്ക് സ്വർണ്ണിട്ട് മൂടി വെച്ചിരിക്കല്ലേ തുള്ളി നടക്കാനായിട്ട്. ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് നിർത്ത്. നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലുന്ന കണ്ട് രസിക്കാനല്ലേ ഞങ്ങൾ വന്നത്. ഇപ്പൊ തന്നെ ഇവളെ സ്വഭാവം കണ്ടില്ലേ? നാക്കിന് എല്ലില്ല. നീ നിർത്തടാ. പിള്ളേർക്ക് എന്താണ് പറയാന്നുള്ളത് നോക്കട്ടെ. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല മുത്തശ്ശ. ഞങ്ങൾ കഴിച്ചോ പഠിച്ചോ ഓക്കെ ആണതുപോലെ ഇവർക്കറിയണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോസ്റ്റലിലോട്ട് മാറണം. ഇന്ന് തന്നെ മാറിയ അത്രയ്ക്ക് നല്ലത്. വെക്കേഷൻ ആവുമ്പം മാമന്റെ മുത്തശ്ശിയുടെ ഒക്കെ കൂടെ വന്ന് നിൽക്കാം. എന്തായാലും ഇവിടെ എനിക്ക് വേണ്ട. അല്ല, ഇവിടെ എന്തിനാ വരുന്നത്? ഇവിടെ ആരും ഇല്ലല്ലോ. മക്കളെ നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങക്ക് വേണ്ടിട്ടല്ലേ അമ്മ ജീവിക്കുന്നത് തന്നെ. അമ്മ നമുക്ക് വേണ്ടിട്ടല്ല ജീവിക്കുന്നേ, അമ്മ വാശിപ്പുറത്താണ്. ഓർമ്മ വെച്ച കാലം തൊട്ട് നിങ്ങളുടെ വഴക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ വളരുന്നേ. എത്ര രാത്രി ഉറങ്ങാതിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്നറിയാമോ? മക്കളെ, നിങ്ങളെ അമ്മ എൻ്റെ അടുത്ത് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണത്. ഒരു സമാധാനം തരൂ. നിങ്ങൾ രണ്ടുപേരും നമുക്കാണ് സമ്മാനം തരാത്തത്. നിങ്ങൾ ബന്ധുക്കാരുടെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുമല്ലോ ഞങ്ങൾ നല്ല മാർക്കോടെയാണ് ജയിക്കണേന്ന്. ഇവിടെ ഇരുന്ന് പഠിക്കണ കാര്യം ഞങ്ങൾക്കേ അറിയാവൂ. മക്കളെ മതിയാക്ക്, ഇന്ന് സ്കൂളിൽ പോകണ്ടേ? എക്സാം ഒക്കെ ഇല്ലേ ഇന്ന്? പോയി മുഖം കഴുകിയിട്ട് സ്കൂളിൽ പോകാൻ നോക്കിയേ. ചെല്ല് മക്കളെ ചെല്ല്. മക്കളെ, നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. മക്കൾക്ക് ഹോസ്റ്റലിലാണ് നിൽക്കേണ്ടതെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ. അച്ഛ ഇത് എന്തോന്ന് അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? പിള്ളേർ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഹോസ്റ്റലിലാക്കാൻ ഞാൻ സമ്മതിക്കൊന്നുമില്ല. രമേശ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ വഴക്ക് കൂടുന്ന കണ്ട് വളരാനുള്ളതല്ലേ കുഞ്ഞുങ്ങൾ? അറിയാമോ? നിങ്ങൾ സ്നേഹത്തിലിരിക്കുന്ന കണ്ടിട്ടല്ലേ വളരാനുള്ളത്. അപ്പൊ ഈ ബഹളത്തിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ പഠിക്കുന്നല്ലോ, അത് സമ്മതിക്കണേ നിങ്ങളെ. അല്ല, പഠിച്ചാലേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റത്തുള്ളൂ അവർക്കറിയാം. അതുകൊണ്ടാണ് പിള്ളേരെ കാര്യത്തിലേ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പഠിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലേ വേറെ വഴിയില്ല. അതൊന്നും പറ്റില്ല. എന്റെ മക്കളെ പിരിഞ്ഞിട്ടൊന്നും എനിക്കിരിക്കാൻ പറ്റില്ല. അത് പറ്റില്ല, നടക്കില്ല. മക്കളെ, ഇപ്പൊ സമയമായില്ലേ? സ്കൂളിൽ പോകാറായല്ലോ. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോ. ഞങ്ങൾ വൈകിട്ടേ പോകുന്നുള്ളൂ. നമുക്ക് അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം കേട്ടോ. മക്കളെ സമാധാനമായിട്ട് വയ്ക്കോ. അടുത്ത് പറ്റ പിള്ളേർക്ക് പോലും എന്നെ വേണ്ട. കെട്ടിയനാണെങ്കിൽ പിന്നെ പണ്ടേ വേണ്ട. എടി വേണ്ട വേണ്ട, നീ മാത്രമല്ലേ ഇങ്ങനെ പറയുന്നുള്ളൂ? അവരാരെങ്കിലും നിന്നോട് പറയുന്നോ നിന്നെ വേണ്ടെന്നോ? എന്നിട്ടാണ് അവരിപ്പോ ഹോസ്റ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കണത്. എടി അവർ പറയുന്നതാണോ കുറ്റം? അവർക്ക് ഒരു മനസ്സമാധാനം കൊടുക്കാതെ 24 മണിക്കൂറും അടിയും ബഹളവും വഴക്കുമായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് ഇവിടെ നിൽക്കണമെന്ന് തോന്നുമോ? 2 പെൺകുഞ്ഞുങ്ങളല്ലേ ഓടിയത്. നിങ്ങളുടെ ആ താങ്ങും നല്ല വേണ്ട സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആടിയും കൂടി നടന്നു കഴിഞ്ഞാൽ വഴിതെറ്റി പല തെറ്റിലോട്ടും ചെന്ന് ചാടുന്ന സമയമാണ് കേട്ടോ. ഈ സ്നേഹം കിട്ടാതെ വളരുന്ന പിള്ളേരാണ് വല്ലവന്മാരും കള്ള സ്നേഹം കണ്ണടിക്കുമ്പോൾ അതിൻ്റെ പിറകെ പോയി വല്ല വലയിലും വീഴുന്നു. നിങ്ങളുടെ കെയറും സപ്പോർട്ടും ഒക്കെ വേണ്ട സമയമാണ് ഇത്.
ഞാൻ മാത്രം വിചാരിച്ച വഴക്കുണ്ടാവാതിരിക്കും അടുത്തി. പുള്ളിക്കാരൻ എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. നിനക്കോ? ഇവിടെ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടെങ്കിലും ഉണ്ടോ? എന്തൊരു ദ്രോഹമാടി ആ കുഞ്ഞുങ്ങളോട് നിങ്ങൾ രണ്ടുപേരും കൂടെ കാണിക്കുന്നത്. ഒരു കുഞ്ഞില്ലാത്തതിന്റെ ദണ്ണം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എത്ര നാളായിട്ടും നേർച്ചയും വഴിപാടുമായിട്ട് നടക്കുമെന്നറിയാമോ? ഒരു കുഞ്ഞിക്കാലിനുള്ള ഭാഗ്യം ഇതുവരെ ദൈവം തന്നിട്ടില്ല. നിനക്കൊന്ന് നോക്കാൻ വേണമെങ്കിൽ പറ, ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം പൊന്നുപോലെ. എൻ്റെ മക്കൾ സങ്കടപ്പെടുത്ത കണ്ടിട്ട് എനിക്ക് ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാടി. അവരും ഭാവിയിൽ ഒരു വീട്ടിൽ ചെന്ന് കയറാനുള്ളതാ. നിന്റെയൊക്കെ ഈ വഴക്ക് കണ്ടിട്ടാണത് വളരുന്നെങ്കിൽ അവരുടെയൊക്കെ കുടുംബജീവിതം എന്താവും നീ ആലോചിച്ചിട്ടുണ്ടോ? ഞാനങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല അടുത്തി. എനിക്കവരിപ്പോഴും കുഞ്ഞുങ്ങളാ. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്ക്. അല്ലാതെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് എല്ലാം അടി കൂടാണ്ടത്. ഉള്ള ദേഷ്യം എല്ലാം കൂടെ അവർ രണ്ടുപേരുടെ ദേഹത്ത് തീർക്കും. ഒന്നും മനഃപൂർവ്വമല്ല, ഓരോ അവസ്ഥ കൊണ്ട് പറ്റിപ്പോയതാണ്. നീ ഇരിക്ക്. എന്തായി തീരുമാനം? രമേശിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏറെക്കുറെ മനസ്സിലായി. ഏതായാലും കുട്ടികളെ ഈ സാഹചര്യത്തിൽ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അല്ലെ പിന്നെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ തല്ലാനും കൊല്ലാനും പോകുന്ന നിങ്ങളുടെ ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. അവസാനം ഇപ്പം എല്ലാത്തിനും കാരണക്കാരി ഞാനായിട്ടുണ്ടാവൂല്ലേ? ഞാനാണ് ഇപ്പം ആർക്കും വേണ്ടാത്തവള്, കൊള്ളരുതാത്തവള്. എടി സതി, നിന്റെ നാക്കാണ് എല്ലാത്തിനും പ്രശ്നം. നീ ദേഷ്യം വരുമ്പോൾ വായി തോന്നുന്ന എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് വല്ല ബോധ്യമുണ്ടോ നിനക്ക്? അളിയ, അവള് മാത്രമല്ലല്ലോ കുറ്റക്കാരി. ഞാനും അവളെ ദേഷ്യത്തോടെ ഓരോന്നും പറഞ്ഞ് അടിച്ചിട്ടല്ലേ അവൾ തിരിച്ചത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പെരുമാറിയത്. പിന്നെ ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം എനിക്ക്. ചിലപ്പോൾ പ്രഷർ കൂടുന്നതുകൊണ്ടായിരിക്കാം. നീ അത് വിട്ടുകളെ. എൻ്റെ സ്വർണം ഞാൻ എടുത്തുതരാത്തത് ശരിക്കും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വീട് പണിയുടെ ആവശ്യത്തിനായിട്ട് സഹോദരി എൻ്റെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ ഞാൻ പുറത്തുനിന്നത് മറിച്ചാണ് കൊടുത്തത്. അവൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ടടി കൊടുക്കാൻ? സ്വർണത്തിൻ്റെ പലിശ കുറച്ചെങ്കിലും നമുക്ക് കൊണ്ടുപോയി അടയ്ക്കാം. രമേശ് ചേട്ടാ, ഈ രീതിയിൽ കുറച്ച് നേരത്തെ സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഇത്രയും പുകിലൊക്കെ ഉണ്ടാക്കുമോ? രമേശ് ചേട്ടൻ അത്രയും മോശമായതുകൊണ്ടല്ലോ ഞാനും ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ മക്കൾ എന്തോരം വിഷമിച്ചു, അവരെന്തോരം കരഞ്ഞിട്ടുണ്ടാവും. മക്കളെ, ദേ ഇങ്ങോട്ട് നോക്ക്. ഞാനും അവൻ്റെ അച്ഛനും 50 വർഷമായി കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹം എന്നോട് ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ചില സമയത്തൊക്കെ ഞാൻ പറയുന്ന പൊട്ട മണ്ടത്തരങ്ങളായിരിക്കും, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് എന്നോട് ബഹുമാനമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബഹുമാനം വേണം, അറിയാമോ? എത്ര കാലം ഞങ്ങൾ ഇത്രയും സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിച്ചത് ആ സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ്. നിങ്ങളും അങ്ങനെ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ കണ്ണടയുന്നവരെ നിങ്ങൾ നല്ല ഒത്തൊരുമയോടും സന്തോഷത്തോടും കൂടി കഴിയണം. അതാ എൻ്റെ ആഗ്രഹം. ഇങ്ങോട്ട് നോക്കിയേ. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളില്ലേ, അവരായിരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവർ. നിങ്ങൾ 24 മണിക്കൂറും അടി ഉണ്ടാക്കാതെ അവർക്കൂടെ വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക. അവരൊന്ന് സ്നേഹിക്കുക. അതിൻ്റെ 10 ഇരട്ടി സ്നേഹം അവർ നിങ്ങൾക്ക് തരും. അവരെ നിങ്ങളല്ലാതെ പിന്നെ ആര് സ്നേഹിക്കാനാ? അവർക്ക് ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ വഴക്ക് കണ്ട് സഹി കേട്ടിട്ടാ അവർ മാറി ഹോസ്റ്റലിൽ പോകണമെന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായി സുരേന്ദ്രേട്ടാ, എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി. ഞാനതൊക്കെ തിരുത്തും. രമേശ് ചേട്ടാ, ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം രമേശേട്ടൻ. രമേശേട്ടൻ എന്നോട് ക്ഷമിക്കണം. എടോ, ഞാനല്ലേ തൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കേണ്ടത്? ഓരോ കാര്യത്തിന് വഴക്കുണ്ടാക്കിയതും അടിച്ചതും ഒക്കെ ഞാനല്ലേ. താൻ എന്നോട് ക്ഷമിക്കും.